എപ്പോഴും ആൾക്കാരുടെ ഒരു സംശയമാണ് കിച്ചൻ്റെ സ്ഥാനം. കിച്ചൺ നമ്മളെങ്ങനെ ഇന്ത്യയിൽ ചെയ്യണം, കിച്ചൺ ഏത് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും, എത്ര മെഷർമെൻറ്റ് കൊടുക്കാൻ പറ്റും, എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന പാചകം ചെയ്യണം, അതുപോലെ ഫ്രിഡ്ജ് എവിടെ വെക്കണം, വാഷിംഗ് മെഷീൻ എവിടെ വെക്കണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. കിച്ചൻ്റെ സ്ഥാനത്തിന് അത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ, ഒന്ന് ഈസ്റ്റ് ദർശനമായിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചൺ വെക്കാൻ പറ്റും. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് കിച്ചൺ വെക്കാൻ പറ്റും. സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ വെക്കാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് ഭാഗത്തോ കിച്ചൺ ചെയ്യാൻ പാടില്ല. പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യാൻ പറ്റും. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യാൻ പറ്റും. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ ചെയ്യാൻ പാടില്ല. അതുപോലെ നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നോർത്ത് വെസ്റ്റിൽ വേണമെങ്കിലും കിച്ചൺ ചെയ്യാൻ പറ്റും. ഇനി അതല്ല സൗത്ത് ഈസ്റ്റ് വേണമെങ്കിലും കിച്ചൺ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ദിക്കിലല്ലാതെ വേറൊരു ദിക്കിലും ആ ഭാഗത്ത് കിച്ചൺ വരാൻ പാടില്ല. അതുപോലെ കിച്ചൺ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും അതിൻ്റെ അളവിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പം ടോട്ടലി നമ്മൾ എത്ര ആണോ നമ്മുടെ വീടിൻ്റെ മെഷർമെൻ്റ് എടുത്ത് നമ്മൾ കറക്റ്റ് ആക്കുന്നതിനനുസരിച്ച് കിച്ചൻ്റെ അളവുകളും നമ്മൾ കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വാസ്തു ചെയ്യുന്ന ഒരാളെ കാണിച്ച് അവരുടെ അഭിപ്രായ പ്രകാരം വേണം ഇതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട്. കാരണം കിച്ചൻ്റെ സ്ഥാനവും കിച്ചൻ്റെ അളവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പകുതി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്നതാണ്, അതൊരു പ്രോസ്പിരിറ്റിയുടെ ഏരിയ ആണ്. അപ്പം അതുപോലെ കിച്ചൺ എപ്പോഴും നമ്മൾ വൃത്തിയും ശുദ്ധിയുമായിട്ട് നടത്തുക. കാരണം ചില അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ നല്ല നീറ്റാക്കി പാത്രമൊക്കെ കഴുകി വെച്ച ശേഷം മാത്രം കിടക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർക്കുക, മുന്നോട്ട് പോകുക.